റിസപ്ഷനിസ്റ്റിന്റെ ജോലിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. എടോ, കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളൊക്കെ വേഗം ഒന്ന് ക്ലീൻ ചെയ്തേ. ശരി സാർ. ആ, എക്സ്ക്യൂസ് മീ സർ. എന്തു വേണം? മേഡം ഈ ടേബിളിലേക്ക് ഇരുന്നോളൂ. അതല്ല സർ, ഈ ഹോട്ടലിന്റെ ഓണർ. അത് ഞാൻ തന്നെയാ. എന്താ മേഡം കാര്യം? അത് പിന്നെ പുറത്ത് ലേഡി റിസപ്ഷനിസ്റ്റിനെ ആവശ്യപ്പെട്ട ഒരു നോട്ടീസ് കണ്ടു. അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ശിടാ, അവന്മാരെ നോട്ടീസ് ബോർഡ് ദൂരെ എടുത്ത് മാറ്റിയില്ലേ? സോറി, റിസപ്ഷനിസ്റ്റിനെ കിട്ടിയായിരുന്നു. ആള് ജോയിൻ ചെയ്യുകയും ചെയ്തു. ആ നോട്ടീസ് ബോർഡ് അവിടെ നിന്ന് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒന്നിനും ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നേ. സോറി സർ. ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാ. ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി തരാൻ കഴിയുമോ സർ? ടീച്ചറായി ജോലി ചെയ്ത ആളിനൊക്കെ ഇവിടെ എന്ത് ജോലി തരാനാ? വേറെ എവിടെയെങ്കിലും അന്വേഷിക്കും. ഹലോ, ഒരു റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ മിനിമം മര്യാദയെങ്കിലും വേണ്ടേ? എത്ര നേരമായി ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുകയാണെന്നറിയാമോ? ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്താൽ ഇതിപ്പോൾ ലഞ്ച് പോലും കിട്ടാത്ത അവസ്ഥയായി. ഇനി ഫുഡ് വരുമ്പോൾ നിങ്ങൾ എന്നെ കഴിച്ചോട്ടോ. ഇവിടെ ഇപ്പൊ ഇതൊരു സ്ഥിരം പരിപാടി ആയിട്ടുണ്ട്. ഫുഡിന് ഓർഡർ കൊടുത്ത 2 പ്ലേറ്റും കൊണ്ട് വെച്ചിട്ട് അങ്ങ് പോകും. ആവശ്യക്കാർ ഇതിന്റെ മുമ്പിലിരുന്ന് ഉറങ്ങിക്കോണം. ഞങ്ങൾ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിച്ചോളാം. വാ മോളെ, നമുക്ക് പോവാം. പ്ലീസ് മാഡം, പോവല്ലേ. ഇരിക്കും മാഡം, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഇവിടെ മാനേജർ ഇവിടെ. ഇപ്പൊ വരും സാർ. എന്താ സാറേ പ്രശ്നം? സർവീസ് ശരിയല്ല എന്ന് പറഞ്ഞ് ഒന്നിനു പിറകെ ഒന്നായി കസ്റ്റമേഴ്സ് ഇറങ്ങി പോവുക. എന്താണോ പ്രശ്നം? കിച്ചണിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പിന്നെന്താ ഇത്ര ഡിലേ ആവുന്നേ? പ്രോബ്ലം കിച്ചണിലല്ല സർ. 3 വെയിറ്റർമാർ ജോലി കളഞ്ഞു പോയിട്ട് ദിവസം എത്രയെന്നറിയോ? ഒരാളെ പോലും പകരം പോസ്റ്റ് ചെയ്തിട്ടുമില്ല. ഉള്ള ആളിനെ വെച്ചാ ഞാൻ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. 3 പേര് പോയെങ്കിൽ പകരം ആളിനെ എടുക്കണമായിരുന്നു. അതെന്റെ കുഴപ്പമാണോ? അല്ല സർ, ഞാൻ നോക്കുന്നുണ്ട്. ഉടനെ ശരിയാവും. നമുക്ക് ചേരുന്ന ആളിനെ കിട്ടാത്തത് കൊണ്ടാണ് സർ. ഈ വെയിറ്റർ ജോലി ഒന്ന് ചോദിച്ചു നോക്കിയാലോ? എന്ത് പറഞ്ഞാലും അതിനൊരു ന്യായം പറഞ്ഞാൽ മാത്രം പോരാ. ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യണം. അതാണ് വേണ്ടത്. സർ, ആ ബെയറർ ജോലി എനിക്ക് തരൂ. ബെയറർ ജോലിയോ? അതെങ്ങനെ ശരിയാവും? എനിക്ക് പ്രശ്നമൊന്നുമില്ല സർ. ഏത് ജോലി ആയാലും അത് ആത്മാർത്ഥമായി ചെയ്യാനുള്ളൊരു മനസ്സുണ്ട് എനിക്ക്. 1-2 ലേഡീസ് തന്നെ ഇവിടെ വെയിറ്റർമാരായിട്ടുണ്ട്. അവരൊക്കെ ഓടിയിട്ട് അങ്ങും ഇങ്ങും എത്തുന്നില്ല. ഭക്ഷണം കഴിക്കാൻ വരുന്ന ഓരോരുത്തർക്കും ഓരോ മൂടായിരിക്കും. അതനുസരിച്ച് പെരുമാറുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഏറ്റവും എളുപ്പം സാധിക്കുന്നത് ദിവസവും വീടുകളിൽ ഭക്ഷണം വെച്ച് വിളമ്പുന്ന സ്ത്രീകൾക്കല്ലേ സർ? പുരുഷന്മാർ ചെയ്യുന്നതിനേക്കാൾ ആത്മാർത്ഥതയോടെയും സന്തോഷത്തോടെയും കഴിക്കുന്ന ആളുകളുടെ മനസ്സറിഞ്ഞ് വിളമ്പാൻ സ്ത്രീകൾക്കാവും. സർ, ഈ ജോലി എനിക്ക് തന്ന ഏത് കസ്റ്റമറെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ പെരുമാറിക്കോളാം. ഇനിയൊരു പക്ഷേ സാറിന് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിയാ അപ്പൊ തന്നെ സാറിന് എന്നെ പറഞ്ഞു വിടാലോ. തിരിച്ചൊരു വാക്കുമിണ്ടാതെ ഞാൻ പൊയ്ക്കോളാം. അതൊക്കെ ശരിയാ. എന്നാലും ടീച്ചർ ജോലിയൊക്കെ ചെയ്തിരുന്ന ഒരാള് ഹോട്ടലിൽ വെയിറ്റർ പണിയൊക്കെ എടുക്കാൻ പറ്റുമോ? ടീച്ചർ ജോലി എത്ര ഇഷ്ടത്തോടെ ഞാൻ ചെയ്തോ അതേ ഇഷ്ടത്തോടെ തന്നെ ഇവിടെ വെയിറ്റർ ജോലി ഞാൻ ചെയ്യും സർ. അതെന്റെ ഉറപ്പ്. എന്നാ പിന്നെ ഇനി ഒന്നും ആലോചിക്കണ്ട. മറ്റൊന്ന് വന്ന് ജോയിൻ ചെയ്തോളൂ. മാനേജർ, ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്ത്. ശരി സാർ, വന്നോളൂ. അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സെറ്റിൽ ചെയ്തായിരുന്നോ? ചെയ്തു സാർ. എല്ലാം ക്ലിയർ ആയോ?